പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഉത്പ്രാവണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ബൈബിൾ അടിസ്ഥാനത്തിൽ പഠിക്കാം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ തൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിനിടയിൽ താൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് തീർത്ത് മടങ്ങി സ്വർഗരാജ്യത്തിലേക്ക് പോയി. പക്ഷെ കർത്താവ് പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരികെ വരും, ഞാൻ നിങ്ങളെ ചേർക്കുവാനായിട്ട് തിരികെ വരും എന്ന്. കർത്താവിൻ്റെ ഈ തിരികെ വരവിനെയാണ് നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ബൈബിള് നമുക്ക് വ്യക്തമായി നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത് ഒറ്റ സ്റ്റേജിലല്ല, അത് 2 സ്റ്റേജിലായിട്ടാണ് നടക്കുന്നതെന്ന്. ഒന്ന്, കർത്താവ് മധ്യാകാശത്ത് വന്ന് തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നത്. അതാണ് നമ്മൾ റാപ്ചർ എന്ന് പറയുന്നത്, അല്ലെ ഉൽപ്രാവണം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, കർത്താവ് തൻ്റെ രാജ്യം ഭരിക്കുവാനായിട്ട് വിശുദ്ധന്മാരുമായി രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്നതാണ്. അത് താൻ ഒലിവ് മലയിൽ കാൽ ചവിട്ടി വരുന്നതായിട്ടാണ് നാം വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ടാം വരവ്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു, പോയി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ചേർക്കാൻ വീണ്ടും തിരികെ വരും എന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം വായിക്കാമല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് ഇതാണ് പറഞ്ഞത്, അതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് വീണ്ടും വന്ന് നമ്മളെ ചേർത്ത് കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പോവും അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വീണ്ടും നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കാം. നമുക്ക് വായിക്കാമല്ലോ. 1 തെസ്സലോനിക്കർ 4:16 വാക്യം, 16-17 വായിക്കാം ഒന്നിച്ച്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടു കൂടെ ഇരിക്കും. ആമേൻ. പ്രൈസ് ലോർഡ്. ഇതാണ് റാപ്ചർ എന്ന് പറയുന്നത്. കർത്താവ് മധ്യാകാശത്ത് വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോകുന്നതിനെയാണ് റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതെപ്പോൾ സംഭവിക്കും എന്ന് നമുക്ക് വേദവസ്ഥാടിസ്ഥാനത്തിൽ നമുക്ക് പഠിച്ചു നോക്കാം. ഇതിൻ്റെ സംഭവത്തിനെപ്പറ്റി കർത്താവ് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പൂർണ്ണമായിട്ടും ഈ റാപ്ചർ എന്നതിനെ പറ്റിയും രണ്ടാം വരവിനെ പറ്റിയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കുറേ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാമല്ലോ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഈ രണ്ടാം വരവ് അത് നിശ്ചയിക്കുന്നത് പിതാവാണ്.
പിതാവ് പറയുമ്പം പുത്രൻ പുറപ്പെടും. അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 15:51 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ ഈ മേഘപ്രത്യക്ഷത എന്ന് പറയുന്ന റാപ്ചർ എന്ന ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 വർഷം മഹാപീഡനകാലമാണ്. അത് പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ആ മഹാപീഡനകാലം അത് കഴിഞ്ഞ ഉടനെ കർത്താവിൻ്റെ രണ്ടാം വരവ്, സെക്കൻഡ് കമ്മിങ്, അതാണ് നമ്മൾ രണ്ടാം വരവ് എന്ന് പറയുന്നത്. അത് പരക്കെ വിശ്വസിക്കുന്നത് കർത്താവ് ഒലിവ് മലയിൽ കാൽ ചവിട്ടി രണ്ടാമത് ഭരിക്കാനായിട്ട് ഭൂമിയിലേക്ക് വരും എന്നതാണ്. അത് ഒലിവ് മലയിലാണ് കാൽ ചവിട്ടുന്നത് എന്ന് പറയുന്നതിന് 2 ബേസ് അതിനെ ആധാരമാക്കി നമുക്ക് വേദവസ്തുത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1:11 പറയുന്നത്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഇവർ ആ ഒലിവ് മലയിൽ വെച്ചാണ് ഈ കർത്താവ് സ്വർഗരാജ്യത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടത്. അതുപോലെ തന്നെ ഒലിവ് മലയിൽ തിരിച്ച് ഇറങ്ങി വരും. ദൂതൻ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോയതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് കൂടുതൽ വേദപുസ്തക പണ്ഡിതന്മാർ കണക്കിൽ എടുത്തിരിക്കുന്നത്. പോയതുപോലെ തിരിച്ചു വരണമെങ്കിൽ ഒലിവ് മല. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 14:4 നമ്മളിങ്ങനെ വായിക്കുന്നു: അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്ക് ഉള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. കാലം ദൈവസഭ അനുഭവിക്കേണ്ട ആ പീഡനകാലത്ത് ദൈവസഭ ഇവിടെ കഴിയേണ്ടി വരും. അതിന് കർത്താവ് അങ്ങനെ ചെയ്യില്ല, അതിന് മുമ്പ് വരുമെന്നാണ് പൊതുവേ ഒരു അഭിപ്രായം. പക്ഷേ ഈ 7 വർഷം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3.5 വർഷം ഒരു വിധത്തിലെങ്കിലും സഹിക്കാവുന്നതാണെന്ന് പറയുന്നു. പക്ഷെങ്കിൽ അടുത്ത 3.5 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് വിചാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഭയങ്കരമായ പൈശാചികമായ മേഖലകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത്. അതിനുശേഷമാണ് 7 വർഷത്തിന് ശേഷമാണ് കർത്താവ് എൻ്റെ രണ്ടാം വരവ്. താൻ രാജ്യം ഭരിക്കുവാനായിട്ട് 1000 വർഷം രാജ്യം ഭരിക്കുവാനായിട്ട് വരുന്നതാണ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഈ വിഷയത്തിൽ ബന്ധപ്പെടാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. അതിനപ്പുറം ന്യായവിധിയും ഒക്കെ ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പല കാര്യങ്ങളും അതിനെപ്പറ്റി പഠിക്കുക. ഈ മേഘപ്രത്യക്ഷതയിൽ നമ്മൾ എടുക്കപ്പെടണം. ഇല്ലെങ്കിൽ പ്രിയരെ, ഈ അടുത്ത 7 വർഷം മഹാപീഡനകാലം, ഉപദ്രവകാലം, ആ കാലങ്ങൾ നമുക്ക് കഴിച്ചു കൂട്ടണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. അതിന് മഹാപീഡനകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ട്രിബുലേഷൻ പീരീഡിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ വാക്ക് നമുക്ക് മത്തായിയുടെ സുവിശേഷം 24:21 കാണാം.
ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. പ്രൈസ് ലോർഡ്. അതിനെടുക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ കർത്താവിനോട് സ്നേഹത്തിൽ, ബഹുമാനത്തിൽ, കർത്താവിൻ്റെ കൽപ്പനകളെ ആചരിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ വെടിപ്പാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവ് വന്നാൽ അപ്പം നമ്മൾ എടുക്കപ്പെടണം. ആ രീതിയിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ ആ രീതിയിലാക്കണം. അതല്ലെങ്കിൽ വീണ്ടുമുള്ള വരുന്ന ആ മഹാപീഡനകാലം 7 വർഷം നമ്മളിവിടെ ഭൂമിയിൽ കഴിക്കേണ്ടതായി വരും. ഈ റാപ്ചറിനെ സംബന്ധിച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. കാരണം അത് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. ഒരു ചർച്ചിൽ ഒരു ദൈവദാസൻ മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ റാപ്ചറിനെ പറ്റി മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ റാപ്ചർ ഉണ്ടായിട്ട് അതിൽ പകുതിയിലധികം ആൾക്കാരും ടപ്പെന്ന് അപ്രത്യക്ഷമാകുന്നൊരു കാഴ്ച അതെന്നെ വളരെയധികം ആകർഷിച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. Is coming back for his church. The Bible says in Matthew chapter 24 verse 42, "Watch therefore, for you do not know the hour your Lord is coming." I want you to know, church, that Jesus Christ could come this month, or he might come next week, or he could even come. ഒരു പക്ഷേ കർത്താവ് ഇന്ന് വന്നേക്കാം, ചിലപ്പോൾ ഇന്ന് വന്നില്ല എന്ന് വരാം, അടുത്ത ആഴ്ച വന്നെന്ന് വരാം, അടുത്ത ആഴ്ച വന്നില്ല എന്ന് വരാം, അടുത്ത മാസം വന്നില്ല എന്ന് വരാം. പക്ഷെ കർത്താവ് വരും നിശ്ചയം. ആകാശം മാറിപ്പോവും, ഭൂമി ഒഴിഞ്ഞു പോവും, എൻ്റെ വാക്കുകൾ ഒരു നാളും മാറിപ്പോവില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും. ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നു, നമ്മൾ റെഡിയാണോ എന്നത് മാത്രം. ഒരുങ്ങുവാൻ ഉള്ള സമയം ഇനി നീട്ടി വച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ ഒരുങ്ങിയില്ലെങ്കിൽ നിലച്ചിരിക്കാത്ത നാഴിയിൽ കർത്താവിൻ്റെ വരവാകും. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ?